ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നോ? നമുക്കിന്ന് ഫെയിൽ പ്രൂഫായ നല്ല ടേസ്റ്റിയും എന്നാൽ എളുപ്പത്തിലും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കടലക്കറിയുടെ റെസിപ്പി നോക്കാം. കടലക്കറി ഉണ്ടാക്കുമ്പോൾ എല്ലാവരും ഒരു കംപ്ലയിൻ്റ് ആയിരിക്കും. ഒന്നെങ്കിൽ അത് ചാറിന് ഒരു തിക്നെസ് ഇല്ല, അല്ലെങ്കിൽ ഭയങ്കര മസാല ചുവയായിരിക്കും, അങ്ങനെയൊക്കെ. ഇതങ്ങനെ ഒന്നും ഉണ്ടാകത്തില്ല. ആദ്യമായിട്ട് കറി ഉണ്ടാക്കുന്ന ആൾക്കും ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പെർഫെക്റ്റായ ഒരു കടലക്കറിയുടെ റെസിപ്പിയാണ്. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് 1.5 കപ്പ് കടല തലേദിവസം രാത്രി കുതിർത്തിട്ട് പിറ്റേ ദിവസം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് 5-6 വിസിൽ അടിച്ച് കുക്കറിൽ വേവിച്ചതാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. എനിക്ക് പനിയായിരിക്കാണ്, സൗണ്ടൊക്കെ ഒരു വഴിക്കാണ്, അതുകൊണ്ട് സോറി കേട്ടോ. അപ്പോൾ ഒരു കടായി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ 1/4 ടീസ്പൂൺ പെരുംജീരകവും 1/2 ടീസ്പൂൺ കടുകും ഇട്ട് പൊട്ടിക്കുക. അതൊന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും അതിൻ്റെ കൂട്ടത്തിൽ ഒരു 3 സവാള പൊടിയായി അരിഞ്ഞതും ചേർത്ത് വഴറ്റി കൊടുക്കാം. കൂട്ടത്തിൽ എരിവിനായിട്ട് ഒരു പച്ചമുളക് ഞാൻ നെടുകെ കീറിയിടുന്നുണ്ട്. ഈ സവാള നന്നായി ഒന്ന് വാടി വരണം. അപ്പോൾ ഈ സവാളയ്ക്ക് ആവശ്യമായിട്ടുള്ളത്ര മാത്രം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് വളരെ ശ്രദ്ധിച്ചിടുക കേട്ടോ, കാരണം നമ്മൾ കടലയിലും ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് ഉപ്പ് കൂടിപ്പോവരുത്. സവാളയെല്ലാം നന്നായി ഒന്ന് വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർക്കുന്നത്. ഓരോ ടീസ്പൂൺ വീതം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെയും പച്ചമണമൊക്കെ മാറുന്നവരെ നന്നായി വഴറ്റി കൊടുക്കുക. നമ്മൾ ഈ മസാല കറികൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഈ വഴറ്റലിലാണ് കേട്ടോ ഏറ്റവും കാര്യമിരിക്കുന്നത്. കാരണം നമ്മൾ പ്രോപ്പറായിട്ട് വഴറ്റി പച്ചമണം മാറുന്നവരെ എടുത്തില്ലെങ്കിൽ അവസാനം ഇതിന് ഒരു ടേസ്റ്റും കാണില്ല, ഭയങ്കര മസാലക്കുത്തലും കാണും. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ചെറുതീയിൽ സമയമെടുത്ത് നമ്മളിത് പ്രോപ്പറായിട്ട് വഴറ്റിയെടുക്കുകയാണെങ്കിൽ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് തക്കാളിയാണ്. ഒരു ചെറിയ തക്കാളി പൊടിയായി അരിഞ്ഞാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതോടെ ചേർത്ത് നന്നായി വഴറ്റാം. നമ്മൾ ഈ സ്പാച്ചില വെച്ച് തന്നെ ഒന്ന് ഞെക്കി നോക്കുമ്പോൾ സവാള വെന്തുടയണം, അതാണ് അതിൻ്റെ പാകം. അത്ര നേരം വരെ നമ്മൾ വഴറ്റി കൊടുത്തേ പറ്റത്തുള്ളൂ. ആ സമയത്ത് നമുക്കിതിലേക്ക് ചേർക്കേണ്ട പൊടികളെല്ലാം ഒന്ന് എടുത്ത് വെക്കാം. ഞാനൊരു പൊടികളായിട്ട് എടുക്കുന്നത് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, കൂട്ടത്തിൽ 1 ടീസ്പൂൺ ഗരം മസാലയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ്. അത് റെഡിയായി വെക്കുക. ഈ മസാല ഒന്ന് വഴണ്ട് വരുമ്പോഴേക്കും നമുക്ക് ഈ പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഈ തക്കാളിയും എല്ലാം നന്നായി വഴണ്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികളും ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നവരെ നന്നായി വഴറ്റി കൊടുക്കാം. ഈ സമയം തീ വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ. പൊടികളൊന്നും തന്നെ കരിഞ്ഞു പോകരുത്, എന്നാൽ നന്നായി മൂത്തും കിട്ടണം. ഈ സമയത്ത് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടലയിൽ നിന്ന് ഒരു 3 ടേബിൾ സ്പൂൺ കടല മാറ്റി വെച്ച് ബാക്കി കടല ആ വെള്ളത്തോടു കൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് തിളക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന കടലയുണ്ടല്ലോ, ഈ വേവിച്ചതെന്ന് എടുത്ത് വെച്ച് 3 ടേബിൾ സ്പൂൺ കടല നല്ല മഷി പോലെ അരച്ച് വയ്ക്കാം. ആ മിശ്രിതമാണ് നമുക്ക് ഈ കറിക്ക് ഏറ്റവും ടേസ്റ്റും ഒരു ബാലൻസിങ്ങും എല്ലാം കൊടുക്കുന്നത്. എൻ്റെ കടലയൊക്കെ കടല 5-6 വിസിലടിച്ചപ്പോൾ നന്നായി വെന്ത് നല്ല സോഫ്റ്റായ കടലയാണ്. ഈ സമയം നമുക്കിനി ഇത് കറിയെല്ലാം ഒന്ന് തിളച്ചിട്ടുണ്ട്. ഇനി ഈ അരച്ച് വെച്ചിരിക്കുന്ന മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ കറിക്ക് ആവശ്യത്തിന് തിക്നെസ് ഉണ്ടാവും. അതിനുശേഷം തീ കുറച്ച് വെച്ച് ചെറുതീയിൽ ഈ ചാറൽപ്പം വറ്റിച്ചെടുക്കണം. ചാറൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. കൂടുതൽ ചില ആളുകൾക്ക് ഇത് കുറുകിയിരിക്കണം, ചില ആൾക്ക് അല്പം ചാറ് വേണമല്ലോ, അത് അതിനനുസരിച്ച് ചെയ്യുക. ഇപ്പം നമ്മുടെ കടലക്കറിക്ക് വലിയ കളറൊന്നുമില്ല, പക്ഷേ ഇത് തിളച്ച് കുറുകി വരുമ്പോഴേക്കും നല്ല കളറുള്ളൊരു കറിയാവും ഇത്. ഈ സമയത്ത് ഉപ്പെല്ലാം നോക്കുക. ഉപ്പ്, ഗരം മസാല അങ്ങനെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ നോക്കിയപ്പോൾ എല്ലാം കറക്റ്റായിരുന്നു. ഞാൻ രണ്ടാമതൊന്നും തന്നെ ചേർത്തിട്ടില്ല. ഇനിയിപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. ഇപ്പം നമ്മുടെ കറിയുടെ കറക്റ്റ് കളറായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു പിടി മല്ലിയില ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം.
അത് ഓപ്ഷനിലാണ്. ചിലവർക്ക് മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലല്ലോ. എനിക്ക് പണ്ടൊന്നും മല്ലിയില ഇഷ്ടമില്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ മല്ലിയില ചട്നി തന്നാൽ പോലും ഞാൻ കഴിക്കും, അത്രയ്ക്ക് ഇഷ്ടമാണ്. ഇനി ഇതിലേക്ക് ടേസ്റ്റ് എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു നുള്ളു പഞ്ചസാര വിതറി കൊടുക്കാം. ഒപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, ചിലവർക്ക് ഇഷ്ടപ്പെടില്ല എങ്കിലും ഇഷ്ടമാണെങ്കിൽ 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുക. അത് നമ്മുടെ കറിക്ക്, ഈ മസാല ചേർത്തുള്ള എന്ത് കറിക്കാണെങ്കിലും നല്ലൊരു ടേസ്റ്റ് കൊടുക്കും. അപ്പം നെയ്യും കൂടി തൂവി കൊടുക്കണം. എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. നല്ല എളുപ്പമല്ലേ റെസിപ്പി? എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം. അതുപോലെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ആ ബെല്ലൈക്കനോട് ഒന്ന് ക്ലിക്ക് ചെയ്ത് വിട്ടേക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നാളെ നമുക്ക് വേറൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.